വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസ് പ്രമേയമായി വരുന്ന സിനിമയുടെ റിലീസ് തടയണമെന്നാവശ്യപ്പെട്ട ഹർജി. കേസിന്റെ വിചാരണ നടക്കാനിരിക്കെ റിലീസ് തടയണമെന്നാണ് ഹർജിയിൽ ആവശ്യം. കേസിലെ ഏക പ്രതി അഫ്ഫാന്റെ പിതാവ് അബ്ദുൾ റഹ്മാനാണ് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. രേഷ്മ ബാബു ചേരുന്നു വിവരങ്ങളുമായി. രേഷ്മ, പറയൂ. കൊലപാതകം അത് ആസ്പദമാക്കി, അത് പ്രമേയമാക്കിക്കൊണ്ടാണ് കാലം പറഞ്ഞ കഥ എന്ന പേരിൽ ഒരു സിനിമ ഇറങ്ങാനായിട്ടിരിക്കുന്നത്. ഈ സിനിമ ഇറങ്ങുന്നത് തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിയായിട്ടുള്ള അഫ്ഫാന്റെ പിതാവ് അബ്ദുൾ റഹ്മാൻ ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. വിചാരണ പൂർത്തിയായിട്ടില്ല. വിചാരണ പൂർത്തിയാകുന്നതിന് മുൻപേ ഇത്തരമൊരു സിനിമ ഇറങ്ങുന്നത് കേസിനെ സാരമായിട്ട് ബാധിക്കും. അത് മാത്രവുമല്ല, ഈ സിനിമയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ തന്റെ കുടുംബം സമൂഹ മാധ്യമങ്ങളടക്കം ആക്ഷേപം നേരിടുന്നുണ്ട്, സൈബർ ആക്രമണം നേരിടുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ മാധ്യമ വിചാരണയ്ക്ക് ഈ ഒരു സിനിമ കാരണമാകും. അതുകൊണ്ട് തന്നെ ഈ വിചാരണ പൂർത്തിയാകും വരെ സിനിമ ഇറങ്ങുന്നത് തടയണം എന്നുള്ളതാണ് പ്രധാനമായിട്ടും അഫ്ഫാന്റെ പിതാവ് അബ്ദുൾ റഹ്മാൻ നൽകിയ ഹർജിയിലെ ആവശ്യം. കാലം പറഞ്ഞ കഥ എന്നുള്ളതാണ് ഈ സിനിമയുടെ പേര്. അതിൽ വലിയ രീതിയിൽ അഫ്ഫാന്റെ കുടുംബത്തെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ട് എന്നുള്ളൊരു ആക്ഷേപവും ഉയരുന്നുണ്ട്. എന്തായാലും ഈ സിനിമ തടയണം, അതിന്റെ റിലീസ് തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അഫ്ഫാന്റെ പിതാവ് തന്നെ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. ഹർജി ഹൈക്കോടതി അടുത്ത ദിവസം തന്നെ പരിഗണിച്ചേക്കും. രോഹിണി. ശരി, രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.